കാലങ്ങളായി ഇടതിനൊപ്പം നിന്നിരുന്ന ഉദുമ മണ്ഡലത്തിലും UDF നേടിയത് അട്ടിമറി വിജയം. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു തവണ പോലും പിന്നോട്ട് പോകാതെ മുന്നേറ്റം തുടർന്നാണ് UDF ഇവിടെ ആധികാരികമായ വിജയം നേടിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഉദുമയിൽ UDFന് വേണ്ടി ജനവിധി തേടിയ കോൺഗ്രസിലേക്ക് നീലകണ്ഠൻ 4854 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് നിയമസഭയിലേക്ക് പോകുന്നത്. നീണ്ട 39 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മണ്ഡലത്തിൽ UDF MLA സ്ഥാനം തിരിച്ചുപിടിക്കുന്നത് എന്നതും വിജയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 1987 KP കുഞ്ഞിക്കണ്ണൻ വിജയിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഉദുമയിൽ കോൺഗ്രസിന്റെ വിജയക്കൊടി പാറുന്നത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും പിന്നിലാകാതെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്താൻ K നീലകണ്ഠന് സാധിച്ചു എന്നതും ഇവിടുത്തെ UDF വിജയത്തിന്റെ അഭിമാനത്തിന് ആക്കം കൂട്ടുന്നു. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും കാലങ്ങളായി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഉറച്ച കോട്ടയായ ഇവിടെ സിറ്റിംഗ് MLA CH കുഞ്ഞമ്പുവാണ് വീണ്ടും LDFന് വേണ്ടി മത്സരിക്കാനിറങ്ങിയത്. എന്നിട്ടും വിജയം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 35 വർഷത്തിന് ശേഷമാണ് ഉദുമ അസംബ്ലി മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി ഈ വൻ വിജയം നേടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്കുള്ള ഒരു വിധിയെഴുത്താണ് ജനങ്ങൾ ഉദുമ മണ്ഡലത്തിൽ നൽകിയത് എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. LDF കുത്തകയാക്കി വെച്ചിരുന്ന ഉദുമയിൽ ഇത്തവണ UDF നേടിയ ഈ മേൽക്കൈ കാസർഗോഡ് ജില്ലയിലെ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. മാറ്റത്തിനായുള്ള വോട്ടർമാരുടെ ആഗ്രഹവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ വിനയവും ലാളിത്യവും UDF വിജയത്തിന് വലിയ മുതൽക്കൂട്ടായി മാറിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വോട്ടെടുപ്പിന് പിന്നാലെയുള്ള വിലയിരുത്തലിൽ ഇത്തവണ ഇവിടെ LDF തന്നെ തങ്ങളുടെ പരാജയം ഉറപ്പുവരുത്തിയിരുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ UDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസവും ശരിവെക്കുന്നതാണ് ഇത്തവണത്തെ UDFന്റെ അട്ടിമറി വിജയം. ന്യൂസ് ബ്യൂറോ, ഉദുമ.